കക്കാടംപൊയിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയാണ് കേട്ടത്. കണ്ടുപിടിച്ചേരി മകളും സൈസാ. ഹലോ ഗൈസ്, ഞങ്ങൾ ഇന്ന് ചിലരുടെ റെഡിയാവും, ചിലരുടെ റെഡിയാവും. അങ്ങനെ ആയാലും നമുക്കൊരു കുഴപ്പമില്ല. ഹലോ ഗൈസ്, ഞങ്ങൾ ഇന്ന് കക്കാടംപൊയിൽ കുളിക്കാൻ പോവാണ്. ഈ ചങ്ങായി ഇനി ഞങ്ങൾ എങ്ങനത്തെ കൊണ്ടുപോകുന്നേന്ന് നോക്കി നിൽക്കുകയാണ്. ഞങ്ങളെ കൂടെ നാപ്പാപ്പി മാമി 2 കോയകളും ഉണ്ട്. നമ്മൾ കുറച്ച് വെള്ളമുള്ളടത്തുനിന്ന് കുളിച്ചാൻ വേണ്ടി നിൽക്കുകയാണ്. കുറേ വെള്ളം ഉള്ളടത്തുനിന്ന് നമുക്ക് നീന്താൻ അറിയില്ലല്ലോ, അതുകൊണ്ടാണ്. ഇതല്ല, ഇതിനപ്പുറം ചാടി കടന്നവനാണ് ഈ KK ജോസ്. ആ പാലം പൊട്ടാനായിരുന്നു, അതുകൊണ്ട് ആ പാലം പേടിച്ചിങ്ങോട്ട് തന്നെ പോയി. ഞങ്ങളുള്ള സ്ഥലത്ത് ഞങ്ങൾക്ക് അറിയുന്ന അതിരെയൊക്കെ ഞങ്ങൾ നീന്തി പഠിച്ചു. അവിടെ ഫുള്ള് കല്ലാണ്, അതുകൊണ്ട് എവിടെ കാല് വെച്ചാലും കയ്യും കാലൊക്കെ വേദനയാവും. ഇൽഫ് കുറച്ച് പേടികൊണ്ട് ആണ്, അതുകൊണ്ട് ഇപ്പച്ചില്ല, അതോളം ഇറങ്ങൂല. കുറച്ചു നേരം കുളിച്ചായിട്ട് ഞങ്ങൾ അവിടുന്ന് കയറിപ്പോന്നു. നമ്മൾ പോരുന്ന വഴിക്ക് 2 ഭാഗത്ത് നല്ല ജാതിത്തോട്ടമുണ്ട്. ഇപ്പച്ചങ്ങനെ പൊട്ടൻ ലുക്കിൽ നല്ല വണ്ടൻ ലുക്കിലേക്ക് മാറിയാണ്. ഞങ്ങളവിടുന്ന് വേഗം വിട്ടിട്ടോ, നേരെ ഇരുട്ടാവാനായിന്. വെറുതെ ഷോ ഇറക്കാനും വേണ്ടി ആപ്പാപ്പനെ വിട്ട് വീഡിയോ എടുത്താണ്. നമ്മളെ കുഞ്ഞിക്കോയ മടിയിരുന്ന് കുഴങ്ങിയപ്പോൾ സീറ്റ് കയറി കടുക്കുന്നുണ്ട്. ഓനൊന്ന് റൂമത്തെ ഫാനിനെ മാത്രമല്ലേ കാണുന്നുള്ളൂ, ഇനി കാറിൻ്റെ മോളൊന്നും കണ്ടോട്ടെ. മോൾക്ക് കയറുന്നതിൻ്റെ അനുസരിച്ച് നല്ല തണുപ്പിങ്ങ വരുന്നുണ്ട്. ഞങ്ങൾ മോള് കയറി നിൽക്കുന്നതുകൊണ്ട് കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. ഞങ്ങളങ്ങനെ കക്കാടംപൊയി അങ്ങാടിയിലെത്തി. എല്ലാവർക്കും ഓരോ ഐസ്ക്രീമും വാങ്ങി. പാപ്പ കോയിൻ്റെ ഐസ്ക്രീം നല്ല ടേസ്റ്റ് നോക്കുക പറഞ്ഞിട്ട്. ഇവിടെ നമ്മളെ കുഞ്ഞിക്കോയ്ക്കാണെങ്കിൽ ഐസ്ക്രീം വേണം. ഓൻ്റെ ഉമ്മച്ചിൻ്റെ ഐസ്ക്രീം എല്ലാം തട്ടി പറിച്ച് നോക്കുന്നുണ്ട്. ഞങ്ങൾ ഐസ്ക്രീം വാങ്ങിയപ്പോൾ ഞങ്ങളൊപ്പം ഒരാൾ കൂടിയിന്. മൂപ്പർക്ക് തന്നെ നമ്മൾ കൊടുത്ത്. ഇത് കക്കാടംപൊയിൽ അങ്ങാടിയിൽ തന്നെ മോൾക്കൊരു പാറുള്ള സ്ഥലത്തേക്ക് നടന്ന് പോവുക കേട്ടോ.
അവിടെ ആദ്യമൊന്നും ആരും വരല്ലേ, ഇനി ഇപ്പം നേരെ തുടങ്ങിയാണ് അവിടേക്ക് ആൾക്കാരൊക്കെ വരല്. അവിടെ ഇപ്പം പൈസ ഒന്നും വേണ്ടിയല്ല, കുറച്ച് കഴിഞ്ഞാൽ അവിടെയും പൈസ വേണ്ട സ്ഥലം. അവിടെ നിന്ന് നോക്കി എല്ലാ ഭാഗത്തേക്കും കാണാം. അതിനിടെ എൽഫിൻ കോയും ബിസ്ക്കറ്റിനും വേണ്ടി കച്ചറ കൂടുന്നുണ്ട്. ഇപ്പച്ചാണിയാൽ അവിടുത്തെ ഒരു 10 സെന്റ് സ്ഥലം വാങ്ങിയാലോ എന്ന്. നല്ല തണുപ്പും കാറ്റൊക്കെ ഉണ്ടേ. നിൽക്കണ വരെ എന്നെ പൊളിഞ്ഞിക്കാനാണ്. ഇങ്ങോട്ട് അത് നന്നാക്കാൻ നോക്കില്ല. ഇങ്ങോട്ട് അവിടെ നോക്കിയൊരു വെള്ളച്ചാട്ടം കാണാട്ടോ. ചുറ്റും മലകളും ഇങ്ങനെ കാണാം. നല്ല ഭംഗിയുണ്ട് ഇവിടുന്ന് കാണാൻ. ഇവിടെ വലിയൊരു പാറുണ്ട് കേട്ടോ. അവിടേക്കാണ് എല്ലാവരും. ആ പാറമ്മ ഇങ്ങനെ ഇരിക്കാൻ നല്ല സുഖമാണ്. നല്ല കാറ്റ്, നല്ല തണുപ്പുണ്ട്. ഞങ്ങളെ കുഞ്ഞിക്കോയാണ് ഈ തണുത്താകെ കളറൊക്കെ മാറിയണേ. ഇത്തവണ എൻ്റെ മുമ്പ് ഞങ്ങൾ തിരിച്ചിറങ്ങിയിട്ടോ. ഇതവിടുത്തെ ഒരു ചേച്ചിൻ്റെ ഹോട്ടലാണ് കേട്ടോ, സോനറ്റ് ഹോട്ടൽ. ഈ ചേച്ചിനെ തപ്പി ഞങ്ങൾ 2 കൊല്ലമായിട്ട് നടക്കണം. ഇപ്പോഴാണ് കണ്ടത്. കക്കാടംപൊയിലെത്തിയിട്ട് വിളിച്ചാന്ന് പറഞ്ഞ് പോരും. പക്ഷേ അവിടെ എത്തുമ്പോൾ റേഞ്ച് ഉണ്ടാവില്ല. അങ്ങോട്ട് എന്നും കാണുന്നില്ല ഞങ്ങൾ വരുമ്പം. ഇവരെങ്ങനെ പരിചയം എന്നറിയണ്ടേ. ഇൽഫ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പോൾ ഞങ്ങൾ ഒരാഴ്ച വില കൂടേനി ഹോസ്പിറ്റലിൽ. സൂപ്പർ ഫുഡാട്ടോ ചേച്ചിൻ്റെ ഫുഡ്. അവിടുന്ന് ചേച്ചി ചായയൊക്കെ തന്നിട്ടോ. അത് കുടിച്ചാട്ടോ ഞങ്ങൾ അവിടുന്ന് പോകുന്നത്. രാത്രിയത്തെ ഫുഡ് കഴിച്ചാൽ ഞങ്ങൾ മിൻറ്റു ഫാമിലി റെസ്റ്റോറൻറ്റിൽ കയറിട്ടോ. ഞങ്ങൾ കുഞ്ഞിക്കോയ യാത്രയൊക്കെ ആസ്വദിച്ച് നിൽക്കുക. ഞങ്ങൾ നല്ല മന്തിയൊക്കെ വാങ്ങി തിന്നു. ഭക്ഷണം കഴിച്ചതിൻ്റെ ശേഷം ഞങ്ങൾ വീട്ടിൽ തന്നെ മടങ്ങി. ഞങ്ങൾ ചാനൽ കണ്ടാലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.